ഞാൻ അവസരം വരുന്നത് നിങ്ങളെ വരുന്നത് പേരെന്ത്? വിഷ്ണു. ഇവിടെ ഏതൊക്കെ എടുത്ത നമ്മള് കാളാഞ്ചി, ചെമ്മീൻ, ഒറ്റ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ഫിഷ് ഗ്രില്ലാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് മസാലയ്ക്കുള്ള മസാല റെഡി ആക്കണേ. ആദ്യം മഞ്ഞൾ പൊടി ഇടണം, കാശ്മീരി ചില്ലി, കുറച്ച് ഗരം മസാല ഇടും. കാശ്മീരി ചില്ലി ഇടുന്നോണ്ട് കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് അറബിക് മസാല, ഗാർലിക്, ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും ഫ്ലേവർ കിട്ടുന്ന സാധനം നമ്മുടെ പുളി. വാളംപുളി ഇല്ലേ, വാളംപുളിയുടെ ടേസ്റ്റ്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ലതായിട്ട് അരച്ചു വന്നിട്ട് നമുക്ക് നോക്കാം. നല്ലതായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ടേ. അപ്പോൾ ഇത് നമ്മളെ സീബാസ് എന്ന് പറഞ്ഞ ഫിഷാണ്, സീബാസ്. ഇപ്പം ഞാനിപ്പോൾ അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി രണ്ടാമത് നടുക്കും നിങ്ങൾ മുറിച്ചെടുത്തേക്കുന്നത് കണ്ടില്ലേ, നടുക്കും നിങ്ങൾ മുറിച്ചെടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾക്ക് ഇങ്ങനെ മസാല പറ്റി കൊടുക്കാം. നമുക്ക് ആ മസാല ഉണ്ടല്ലേ, മസാല അങ്ങോട്ട് പറ്റി കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡിലും ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഫിഷ് ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഫിഷ് അത് വെച്ച് കൊടുക്കാം. ഫിഷ് ആയിട്ടുണ്ട് 10 മിനിറ്റ്സ്. നമ്മുടെ ഫിഷ് അപ്പോൾ വയ്ക്കാൻ പോണേ. ആണ് വെക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു 30 മിനിറ്റ്സ് 35 to 30 മിനിറ്റ്സ് വെക്കുന്നത്. ഇത് ഇലക്ട്രിക്കൽ ഓവനാണ്, ഇലക്ട്രിക്കൽ ഓവനാണ്. ഓരോ ഓവൻ അനുസരിച്ച് അതിന്റെ ഹീറ്റിന്റെ ഡിഫറൻസസ് ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പൊ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്, 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം 10 മിനിറ്റ്സ് ആവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫിഷ് ഇതിലേക്ക് വെക്കാൻ പോകും കേട്ടോ. ഈ ഫിഷ് ഇതിലേക്ക് വെക്കാൻ പോണേ. ഏകദേശം ചൂടായിട്ടുണ്ട്. ഞാൻ 25 മിനിറ്റ്സ് വെച്ചിട്ടുള്ളൂ കേട്ടോ.
ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ 10-15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സീബ്രാസ് എന്ന ഫിഷിന് കുറച്ച് നെയ്യുള്ള ഫിഷാണ്. അപ്പം അധികം വേണ്ട, കുറച്ചൊന്നും. ഇവിടെ ഏകദേശം ഇനി ഒരു 10-15 മിനിറ്റ് വേണം മതി. എടുക്കുവാണേ. നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ. നമ്മുടെ ഫിഷൊക്കെ നല്ല വീഡിയോ കാഴ്ചയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം, നല്ല അടിപൊളി മണമാണ്. മസാല നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചാർക്കോൾ ചെയ്യുന്നതും അതുപോലെ ഇതൊരു ഓവനിൽ ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ചാർക്കോൾ ആകുമ്പോൾ ഒത്തിരി കരിഞ്ഞ് പുകയെല്ലാം ഉണ്ട്. ഇതാകുമ്പോൾ ഈ ചൂടുകൊണ്ട് മാത്രം വരുന്നതാണ്. അപ്പം നല്ല ഹെൽത്തിയാണ്, ഏറ്റവും ഹെൽത്തി ഇതാണ്. ഒന്നുകിൽ എയർ ഫ്രയർ അല്ലെങ്കിൽ ഇതിൽ ചെയ്യുമ്പോൾ നല്ല ഹെൽത്തിയാണ്. അതായത് മസാല ഒന്നും കരിഞ്ഞിട്ടില്ല, കറക്റ്റായിട്ട് നല്ല ബേക്ക് ആയതുകൊണ്ട് ഏറ്റവും ഹെൽത്തി ഇതാണ്. മറ്റേതെന്ന് വെച്ചാൽ ചാർക്കോളിൻ്റെ പുകയും അതൊക്കെ അഴുക്കാണ്. ആക്ച്വലി ചാർക്കോൾ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിൽ ഹെൽത്തി എന്ന് പറയുമെങ്കിൽ പോലും ചാർക്കോൾ ചിക്കൻ ആയാലും ഫിഷ് ആയാലും ഹെൽത്തി അല്ല. ഒരു ബേക്ക് ചെയ്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്ന് ട്രൈ നോക്കിയാലോ? നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. തീ വറക്കണം. അപ്പോൾ വളരെ സിമ്പിൾ മസാലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കാം. എസ്പെഷ്യലി നമ്മൾ ഫിഷ് ചൂസ് ചെയ്യുമ്പോൾ സീബ്രാസ് അല്ലെങ്കിൽ സീബ്രീമാണ് ഏറ്റവും നല്ലത്. സീബ്രാസ് നല്ലതാണ്. ഇത് രണ്ടുമാണ് ഭയങ്കര വൈഡ്ലി ആയിട്ട് അറബികൾക്ക് ഇഷ്ടപ്പെടുന്ന ഫിഷ് ഗ്രില്ല്. സോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫിഷ് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോൾ ഒന്ന് ട്രൈ നോക്കാം. എന്നിട്ട് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ, സീ യു.